പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. 2 കപ്പ് ജീരകശാല അരി നന്നായി വാഷ് ചെയ്ത ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഈ ബിരിയാണിക്കായി 20 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസിലുള്ള സവാളയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിലാണ് ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ബിരിയാണി റെഡിയാക്കാം. 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലാണ് ഈ ബിരിയാണി റെഡിയാക്കുന്നത്. ആദ്യം കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. ഈ പെരുംജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അളവിലാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പച്ചമുളകിൻ്റെ എരിവൊന്നും ആവശ്യമില്ലെങ്കിൽ അതെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ കുക്കിംഗ് എല്ലാം ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടെങ്കിൽ ഈ ചേർത്ത് കൊടുക്കുന്ന എരിവിൻ്റെ അളവൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത പൊടിയുടെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് എപ്പോഴും പുതിനയില കുറച്ചും മല്ലിയില കൂടുതലും ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ മല്ലിയിലയാണ് കൂടുതൽ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീഫ് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കുക്കർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒരു 7 വിസിൽ വരുന്നത് വരെ വെക്കാം. ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. കുക്കർ ക്ലോസ് ചെയ്യാം. ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരി മറ്റൊരു പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഈ പാനിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത അരിയാണിത്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഒഴിവാക്കിയ ശേഷം ഈ പാനിലേക്കിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. കുക്കറിലെ എയറൊക്കെ നന്നായിട്ട് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ഈ ഗ്രേവിയിൽ ഇപ്പം ബീഫ് കുക്ക് ചെയ്യുമ്പോഴുള്ള ഏകദേശം 1/2 കപ്പോളം വെള്ളം ബാക്കിയുണ്ട്. ഈ ഗ്രേവിയിൽ ഇപ്പം എത്രത്തോളം ഉപ്പ് ഉണ്ട് എന്ന് നോക്കാം. എന്നിട്ട് ബാക്കി റൈസിലേക്കും കൂടി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൈസിലേക്കും കൂടി ഇനി എത്രത്തോളം ഉപ്പ് വേണമെന്ന് ഏകദേശം മനസ്സിലാകും. അരി പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ബീഫ് മസാല അരിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വീണ്ടും കുറച്ച് മല്ലിയിലയും അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. ഇനി ഫ്ലെയിം സ്വിച്ച് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. 2 കപ്പ് അരി ആയതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നേരത്തെ ബീഫ് കുക്ക് ചെയ്ത ആ ഗ്രേവിയിൽ 1/2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത്. പിന്നെ 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു. ഈ അരിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിളക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അരി ചേർത്ത് കഴിഞ്ഞ ശേഷം ഇനി ഇത് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് അരി എന്തായാലും ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ കുക്കായി കിട്ടും. കുക്കർ ഇനി ക്ലോസ് ചെയ്യാം. ഈ പ്രഷർ കുക്കറിന് ആ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ചൂട് പിടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നന്നായി എയർ ടൈറ്റ് ആയ ശേഷം നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കർ ആ സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് റൈസ് കുക്കായി കിട്ടും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. റൈസ് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരി ഉടഞ്ഞു പോകും. ചോറ് അധികം ഉടഞ്ഞു പോവാതെ വളരെ പതുക്കെ വളരെ കുറച്ച് മാത്രം ഇളക്കുക. ഇതിൽ ചൂട് നന്നായിട്ട് തണിഞ്ഞ ശേഷം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണി ഇങ്ങനെ കാണാൻ വലിയ ലുക്കില്ലാന്നേ ഉള്ളൂ, എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒരു കുക്കറിലിട്ടങ്ങ് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മടിയൻ ബിരിയാണി റെസിപ്പി തന്നെയാണിത്.